നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിലെ റിസൾട്ടുകളെല്ലാം വന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അഡ്മിഷന്റെ കാര്യത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ച് നടക്കുകയായിരിക്കാം. എല്ലാവർക്കും കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ നിരവധി കുട്ടികൾ പേരൻസ് പറഞ്ഞൊരു കാര്യം, പല ഏജന്റുമാരും കേരളത്തിൽ അഡ്മിഷൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്ന അനുസരിച്ച് ചെറിയ ഫീസ് അടച്ച് തന്നെ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലേക്ക് പോകാം. അപ്പോൾ ബാക്ക് എൻട്രി വഴി നിരവധി കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടിത്തരാം എന്ന് പറഞ്ഞ് പല ഏജന്റുമാരും പേരൻസിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തും അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ ബേസ് ആയി നിരവധിയായിട്ടുള്ള ഏജൻസികൾ കേരളത്തിൽ അഡ്മിഷൻസ് മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫീസുകൾ കുട്ടികളുടെ നിന്ന് വാങ്ങുകയും 3 ലക്ഷം 4 ലക്ഷം രൂപ ഡൊണേഷൻ മേടിച്ച് കേരളത്തിലെ ഏത് കോളേജുകളിലേക്കും അഡ്മിഷൻസ് നേടിത്തരാം എന്നുള്ള ഒരു വ്യാജേന പേരൻസിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിരവധി കുട്ടികളും പേരൻസുമാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ പല ചതിക്കുഴികളിലും പെട്ടുപോയത്. കൊട്ടാരക്കര ആസ്ഥാനമാക്കിയൊക്കെ ആണെങ്കിലും ചില സെന്ററുകളിലൊക്കെ ഏകദേശം 200-നും 300-നും ഇടയിൽ കുട്ടികളാണ് 25,000 രൂപ ടോക്കൺ ഫീ എന്ന നിലയിൽ നൽകി കേരളത്തിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് പല ആൾക്കാരും സമീപിച്ചത്. പക്ഷെ അഡ്മിഷന്റെ സമയമായപ്പോൾ ഈ പേയ്മെന്റ് മേടിച്ച ആൾക്കാരൊക്കെ പൊടി പോലും കണ്ടില്ല എന്നുള്ളൊരവസ്ഥയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരവധിയായിട്ടുള്ള ചതിക്കുഴികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, കേരളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള മലയാള മനോരമ ന്യൂസ് പേപ്പർ വഴിയാണെങ്കിലും പല അഡ്വർടൈസ്മെന്റുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പല അഡ്വർടൈസ്മെന്റുകളും ഫേക്ക് ആയിട്ട് നടക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചൊക്കെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മനോരമയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കിട്ടുന്ന പരസ്യം എന്തായാലും അവരത് പബ്ലിഷ് ചെയ്യും. കിട്ടുന്ന പൈസയ്ക്ക് അവർ പരസ്യം പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഒതന്റിസിറ്റി ഒന്നും അവർ നോക്കുന്ന കാര്യമില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം പാരലൽ കോളേജിന്റെ മറവിൽ നിരവധിയായിട്ടുള്ള നഴ്സിംഗ് കോളേജുകളും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളും ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പല കോളേജുകളെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചപ്പോൾ അതൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോളേജുകളായിരിക്കാം. അവരെ പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ കേരളത്തിലും പരീക്ഷ എഴുതുവാനുമായിട്ട് മാത്രം അവർ കർണാടകയിലോ തമിഴ്നാട്ടിലോ പോലെയുള്ള കോളേജുകളിൽ ഈ കോളേജ് ആക്ച്വൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള കോളേജാണെന്ന് നിങ്ങൾ ഏറ്റവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ലേറ്റർ നിങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോഴോ ഒരു ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ പോകുമ്പോഴോ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പഠിച്ചത് എവിടെയും കോളേജ് രജിസ്റ്റർ ചെയ്തേക്കുന്ന കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ഡിഗ്രി ക്യാൻസൽ ആയി പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കഴിവതും നിങ്ങൾ ഉൾപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ BSc നഴ്സിംഗിലേക്ക് അഡ്മിഷൻസ് നേടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അഡ്മിഷൻസ് നേടേണ്ടതായിട്ട് വരിക. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേഷൻസ് നടത്തിയിട്ട് ഒരു പരിധി കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെബ്സൈറ്റിൽ കൂടെ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആരെങ്കിലും കംപ്ലൈൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോളേജോ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനോ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നിരവധി കോളേജുകൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഈ കോളേജുകളൊക്കെ പലതും ക്രിസ്ത്യൻ മാനേജ്മെന്റിലും അതുപോലെ തന്നെ PNC മാക്ക് പോലെ അസോസിയേഷനിലൊക്കെ ഉൾപ്പെടുന്ന കോളേജുകളാണ്. ഇവയിലൊന്നും തന്നെ NRI സീറ്റുകൾ പുറമേ നിന്ന് ചെയ്യുന്ന ആയിരിക്കില്ല. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പല കോളേജുകളും ഇതിനകത്ത് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന പല കോളേജുകളിലും NRI സീറ്റുകൾ അവർ വർഷങ്ങളായിട്ട് എടുക്കുന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. പക്ഷേ അങ്ങനെയുള്ള കോളേജിൽ പോലും ഏജന്റുമാർ NRI സീറ്റിൽ അഡ്മിഷൻസ് നേടിത്തരാമെന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഡൊണേഷൻ എന്നുള്ള ഇനത്തിൽ മേടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ പല കുട്ടികളും പേരൻസും 20,000 30,000 ഒക്കെ ടോക്കൺ ഫീ എന്ന നിലയിൽ നൽകി അബദ്ധത്തിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പുറകെ പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് പോകാതെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള കെണികളിൽ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ പെടാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള പല മണ്ടത്തരത്തിൽ നമ്മൾ പോയി ചെന്നുപെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും എല്ലാ വർഷങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വർഷവും വളരെയധികം സൂക്ഷിച്ച് മാത്രം നിങ്ങൾ അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് പോവുക. കേരളത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്യാവശ്യം മാർക്കുള്ള ഒരു 88% മുകളിലോട്ട് +2 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻസ് ലഭിക്കുക. NRI സീറ്റുകളാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ അവിടെ വരുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണത്തിനനുസരിച്ച് മാത്രമായിരിക്കും
ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് NRI സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഇടനിലക്കാരെ ഏജന്റുമാരെ ഒന്നും ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കോളേജുകളിലേക്കുമുള്ള മാനേജ്മെന്റ് സീറ്റുകളൊക്കെ തന്നെ ചിലപ്പോൾ അസോസിയേഷൻ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ആപ്ലിക്കേഷൻ നടത്തിയായിരിക്കും അഡ്മിഷൻസ് എടുക്കുക. അല്ലാതെ ഏതെങ്കിലും ഏജൻസി വഴി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കേരള ഗൈഡൻസ് ബാച്ച് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ കോളേജ് ഏകദേശം 170ഓളം കോളേജുകളാണ് ഗവൺമെന്റ് സെക്ടറും ഉൾപ്പെടെ പ്രൈവറ്റിലും ഗവൺമെന്റിലുമായിട്ട് നഴ്സിംഗ് BSc നഴ്സിംഗിന് വേണ്ടി കേരളത്തിലുള്ളത്. അപ്പോൾ ഈ കോളേജുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് ഓരോ കോളേജിന്റെയും ക്വാളിറ്റി, അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പാണ് കേരള ഗൈഡൻസ് ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 1 ടൈം മെമ്പർഷിപ്പ് ഫീ എന്നുള്ള രീതിയിൽ 1000 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മെമ്പേഴ്സിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും ലഭിക്കുന്നതാണ്. LBS ആയിക്കോട്ടെ, മാനേജ്മെന്റ് അസോസിയേഷനുകളായിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് നൽകുവാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ടും കോളേജിന്റെ ഓപ്ഷൻസ് കൊടുക്കുവാനായിട്ടും, അതുപോലെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഒരു പക്ഷേങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർ റിസർവേഷൻ കാറ്റഗറി വരുന്ന കുട്ടികളായിരിക്കാം. ഒരു പക്ഷേങ്കിലും വേറൊരു കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷിന് മാർക്ക് സ്കോർ കൂടുതലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് മാനേജ്മെന്റ് അസോസിയേഷനിലാണ് അപേക്ഷിക്കേണ്ടത്, അങ്ങനെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള നമ്മൾ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ കേരള ഗൈഡൻസിലെ സ്റ്റുഡൻസിന് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ BSc നഴ്സിംഗിന്റെ ഒരു ഓവറോൾ ഒരു ഓറിയന്റേഷനും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവർക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു മെമ്പേഴ്സിന് ലഭിക്കുക. അപ്പോൾ അഥവാ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടുന്നില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക്, ഗവൺമെന്റ് ലാസ്റ്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഫീസിൽ തന്നെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റിയും അവസാനം നമ്മൾ ഒരുക്കി തരുന്നതാണ്. അപ്പോൾ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അങ്ങേ ലാസ്റ്റ് വരെ നമ്മൾ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ പല രീതിയിലും നോക്കുന്നത്. ഇത് കൂടാതെ തന്നെ NRI സീറ്റുകളിലേക്ക് നോക്കുന്ന കുട്ടികൾക്കാണെങ്കിലും NRIക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെ കോളേജുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലായിരിക്കും അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്, ഡൊണേഷൻ കൊടുക്കാതെ എങ്ങനെ NRI സീറ്റുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കേരള ഗൈഡൻസിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഈ കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.